87 സങ്കീർത്തനം 1 യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരത്തെ, സിയോന്റെ പടിവാതിലുകളെ തന്നെ മനുഷ്യന് വന്ന് അഭയം പ്രാപിച്ച് സമാധാനവും സന്തോഷവും അനുഗ്രഹവും ഏറ്റുകൊള്ളാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സ്ഥാപിച്ച വിശുദ്ധ ആലയം യെരൂശലേം ദേവാലയം. ആ പർവ്വതത്തെ നോക്കി മനുഷ്യൻ വണങ്ങും, ആരാധിക്കും. അവിടെയാണ് സമാധാനവും സന്തോഷവും അനുഗ്രഹവും ഉണ്ടാകുക. അതെപ്പോഴും വിശുദ്ധമായ ആലയമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സർവശക്തനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ ദൈവം കുടികൊള്ളുന്ന ആലയം നമ്മളാണ്. ആരാധന ദൈവത്തിനാണെങ്കിൽ ആരാധ്യനായ ദൈവം വസിക്കുന്ന ആലയം നമ്മൾ ഓരോരുത്തരുമാണ്. ഈ ആലയം വിശുദ്ധമാകട്ടെ. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, എൻ്റെ ആലയം വിശുദ്ധാലയം വിളിക്കപ്പെടുമെന്ന് യേശു കൽപ്പിച്ചതുപോലെ പുതിയ നിയമത്തിൽ ദൈവം വസിക്കുന്ന ആലയങ്ങളായ നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതവും വിശുദ്ധ നഗരവുമായി മാറട്ടെ. ഗോഡ് ബ്ലെസ് യു.